അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് യൂസുഫ് സൂറത്തില് 98, 99, 100, 101 ഇത്രയും ആയത്തിലെ മലയാളാർത്ഥം ഞാൻ പറഞ്ഞുതരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 98-ാമത്തെ ആയത്ത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ രക്ഷിതാവിനോട് ഞാൻ പാപമോചനം തേടാം. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാവുന്നു. 99-ാമത്തെ ആയത്ത്. അനന്തരം അവർ യൂസഫിന്റെ മുമ്പാകെ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ മാതാപിതാക്കളെ തന്നിലേക്ക് അണച്ചുകൂട്ടി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾ നിർഭരായിക്കൊണ്ട് ഈജിപ്തിൽ പ്രവേശിച്ചു കൊള്ളുക. 100-ാമത്തെ ആയത്ത്. അദ്ദേഹം തൻ്റെ മാതാപിതാക്കളെ രാജപീഠത്തിന്മേൽ കയറ്റിയിരുത്തി. അവർ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രണാമം ചെയ്യുന്നവരായി കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിതാവേ, മുമ്പ് ഞാൻ കണ്ട സ്വപ്നം പുലർന്നതാണിത്. എൻ്റെ രക്ഷിതാവ് അതൊരു യാഥാർത്ഥ്യമാക്കി തീർന്നിരിക്കുന്നു. എന്നെ അവൻ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന സന്ദർഭത്തിലും എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ഇടയിൽ പിശാച് കുഴപ്പം ഇളക്കി വിട്ടതിന് ശേഷം മരുഭൂമിയിൽ നിന്ന് അവൻ നിങ്ങളെല്ലാവരെയും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന സന്ദർഭത്തിലും അവൻ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. തീർച്ചയായും എൻ്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി നിയന്ത്രിക്കുന്നവനത്രേ. തീർച്ചയായും അവൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. 101-ാമത്തെ ആയത്ത്. അദ്ദേഹം യൂസുഫ് നബി പ്രാർത്ഥിച്ചു, എൻ്റെ രക്ഷിതാവേ, നീ എനിക്ക് ഭരണാധികാരത്തിൽ നിന്ന് ഒരംശം നൽകുകയും സ്വപ്ന വാർത്തകളുടെ വ്യാഖ്യാനത്തിൽ നിന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ചിലത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവേ, നീ യുഹത്തിലും പരത്തിലും എൻ്റെ രക്ഷാധികാരിയാവുന്നു. നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ. ആമീൻ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.